ഹലോ, എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സോഫ്റ്റായ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അളവുകൾ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ അളവ് പാത്രത്തിൻ്റെ ഇത് 200 ഗ്രാമിൻ്റെ അളവ് പാത്രമാണ്. അതുകൊണ്ട് 2 പാത്രമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ 2 പാത്രം ഉഴുന്നാണ് നമ്മൾ ഇട്ടത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പാത്രം ഉഴുന്നാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അതിലേക്ക് 4 പാത്രം 4 ഈ മെഷർമെൻറ്റിൻ്റെ ഈ പാത്രം കൊണ്ട് 4 പാത്രമാണ് നമ്മൾ ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഇഡ്ഡലിക്കായിട്ട് എടുത്തു വെച്ച ഈ അരിയും ഉഴുന്നും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 3-4 മണിക്കൂർ നേരം ഞാനത് കുതിർത്തി ഇടാൻ പോവുകയാണ്. നമ്മൾ ഇഡ്ഡലിക്കായിട്ട് സോക്ക് ചെയ്ത് വെച്ച അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളത് ഇനി മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇഡ്ഡലിക്ക് എടുത്തിട്ടുള്ള ബാറ്ററൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു 100 ഗ്രാം അവിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ. അതും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് അരച്ച് ഇതിൽ ഈ മാവിലൂടെ ഒഴിച്ച് വയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കൊരു ഓവർനൈറ്റ് നമുക്കത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമ്മൾ ഓവർനൈറ്റ് ഫെർമെൻ്റ് ആവാൻ വെച്ചാൽ നമ്മുടെ ഇഡ്ഡലി മാവ് എന്തായെന്ന് നോക്കാം. ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കലക്കി വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ശരിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രം ഗ്യാസുമ്മ വെച്ചിട്ട് നമ്മളതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ ഇഡ്ഡലി പാത്രമൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് പോരുന്നതിനായിട്ട് നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ അതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങി. ഇപ്പം നമുക്കിനി ഇഡ്ഡലി പാത്രം ഓരോന്നായിട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളെല്ലാ തട്ടുകളിലും നമ്മൾ ഇഡ്ഡലി ഒക്കെ ആയിട്ടുള്ള മാവ് കോരി ഒഴിച്ചു. ഇനി നമുക്കത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ ഇഡ്ഡലി എന്തായെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ചൂടാറാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്നതിന് ഞാനൊരു കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഞാൻ അതിലേക്കും കൂടി ഞാൻ ഇഡ്ഡലി ആക്കിയിട്ട് കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പാത്രത്തിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വിട്ട് കിട്ടും. കുക്കറിലെ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ വിസിൽ മാറ്റിയിട്ട് വേണം അത് അടച്ചു വെക്കുന്നതന്നെ. അപ്പോൾ നമ്മളുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.